നമസ്കാരം. ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ നമ്മുടെ അച്ചായനെ, ഏത് നമ്മുടെ റോയിച്ചായനെ ആറഞ്ചം പുറഞ്ചം സോഷ്യൽ മീഡിയയിൽ തേച്ചൊട്ടിക്കുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം. റോയിച്ചായനെ അറിയില്ലേ? അച്ചായനാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പുതിയ മാധ്യമ ഉപദേഷ്ടാവ്. പ്രസ് സെക്രട്ടറി അല്ല, മീഡിയ സെക്രട്ടറി. ഓരോരോ പോസ്റ്റുകൾ ഉണ്ടാക്കാൻ ഓരോരോ കാരണങ്ങൾ, അല്ലാതെ എന്തു പറയാൻ. പ്രസ് സെക്രട്ടറി നേരത്തെ ഉണ്ട്, മാധ്യമപ്രവർത്തകനായ CG കടക്കലാണ്. CGയെ കൂടാതെയാണ് മീഡിയ സെക്രട്ടറിയായി നമ്മുടെ അച്ചായനെ വച്ചത്. അച്ചായനെ നിയമിച്ചത് ഇഷ്ടപ്പെടാത്ത ഒരാൾ സോഷ്യൽ മീഡിയയിൽ അച്ചായനെ തേച്ചപ്പോൾ അതിനിടയിൽ രവിശങ്കർ KV എന്ന് പറയുന്ന ഒരു പഴയ മാധ്യമപ്രവർത്തകൻ കുറിച്ച ഒരു സന്ദേശമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. പറയാൻ വിട്ടുപോയി, അച്ചായനെ അറഞ്ചം പുറഞ്ഞം തേക്കുന്നത് മുഴുവൻ, അതായത് അതിൻ്റെ എല്ലാം മുന്നിൽ നിൽക്കുന്നത് ചില മാധ്യമപ്രവർത്തകരാണ്. അവരച്ചായനെ സ്നേഹം കൊണ്ടാണ് കൊല വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രവിശങ്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കാര്യം. ഇതുമാത്രമല്ല, റോയിച്ചൻ്റെ വീരകഥകൾ. ഞങ്ങൾ ഒരുമിച്ച് കലാകൗമുദിയിൽ കുറച്ചു കാലമുണ്ടായിരുന്നു. രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ, IK ഗുജറാൾ തുടങ്ങിയവരൊക്കെ പ്രധാനമന്ത്രിയായിരുന്ന കാലങ്ങളിൽ ഡൽഹിയിൽ ഞങ്ങൾ കുറേ കറങ്ങിയതാണ്. അക്കാലത്ത് KM മാണിയുടെ കേന്ദ്ര മന്ത്രിപദം അതില്ലാതാക്കിയ ദുഷ്ടനാണ് റോയിച്ചൻ എന്നാണ് രവിശങ്കർ കുറിച്ചതേ. എന്ത് നല്ല മനുഷ്യനാണ് അച്ചായൻ. അച്ചായൻ ദുഷ്ടനാണെന്ന് വരെ പറയുന്നു. പക്ഷെ അതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. KM മാണിയുടെ കേന്ദ്രമന്ത്രി പദം കളയാൻ മാത്രമുള്ള പ്രായം അന്ന് ഈ പറയുന്ന അച്ചായനില്ല. KM മാണിയുടെ കേന്ദ്രമന്ത്രി പദം കളഞ്ഞതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം TM ജേക്കബിനും അദ്ദേഹത്തിൻ്റെ നേതാവ് K കരുണാകരനും മാത്രമാണ്. അത് മറ്റൊരാൾക്ക് പങ്കുവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. തോമസ് കുതിരവട്ടം ജീവിച്ചിരുന്നെങ്കിൽ ആ കഥ പലവട്ടം പറഞ്ഞേനെ. ഏറ്റുമാനൂർ മാതാ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് KM മാണിയും സ്കറിയ തോമസും തോമസ് കുതിരവട്ടവും കൂടി കേന്ദ്രമന്ത്രിസഭയിൽ ലഭ്യമാകുന്ന മന്ത്രിപദത്തിലേക്ക് കേരള കോൺഗ്രസ് നോമിനിയായി കുതിരവട്ടത്തെ തീരുമാനിച്ചുകൊണ്ട് ഡൽഹിക്ക് പറക്കുന്നു. കുതിരവട്ടം എറണാകുളത്തുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് എത്തി. പാർട്ടി തീരുമാനമനുസരിച്ച് താൻ മന്ത്രിയാകാൻ പോകുന്നുവെന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞു. നിയുക്ത മന്ത്രിയെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത് ആ സുഹൃത്താണ്. പിന്നീടാണ് കഥകൾ നടക്കുന്നത്. കുതിരവട്ടം മന്ത്രിസ്ഥാനത്തിന് അവകാശം ഉന്നയിച്ചുവെന്ന് കണ്ടപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയിലെ സീനിയർ ലീഡേഴ്സ് ആരെങ്കിലുമാണെങ്കിൽ ക്യാബിനറ്റ് റാങ്ക് നൽകാമെന്നൊരു അപ്പകഷ്ണം കേന്ദ്ര മന്ത്രിസഭ നയിക്കുന്നവർ മുന്നോട്ട് വച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് KM മാണിക്ക് കൊടുക്കുവാൻ വേണ്ടിയാണെങ്കിൽ സീനിയർ ലീഡർ എന്ന സിംഗുലർ പദം ഉപയോഗിച്ചാൽ മതി. ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ ഒന്നിൽ കൂടുതൽ മുതിർന്ന നേതാക്കന്മാരുണ്ടെന്ന് ആരോ അർത്ഥമാക്കുന്നു. അതൊക്കെ പോട്ടെ. TM ജേക്കബിനെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുപ്പിക്കുവാനുള്ള K കരുണാകരൻ ബുദ്ധിപൂർവം കളിച്ച ഒരു കളിയായിരുന്നു അത്. അതിന് പിന്തുണ കിട്ടുവാൻ വേണ്ടി കേരള കോൺഗ്രസിൻ്റെ 2 MP മാരുടെ വീട്ടിൽ മാറി മാറി TM ജേക്കബ് കയറി ഇറങ്ങി നടന്നു. പാർട്ടി കമ്മിറ്റി കൂടി KM മാണിയെ മന്ത്രിയാക്കാൻ തീരുമാനിച്ച സമയത്താണ് അത് അട്ടിമറിക്കപ്പെടുന്നത്. അത് അട്ടിമറിക്കുവാൻ K കരുണാകരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനല്ലാതെ മാധ്യമരംഗത്ത് കോണകമെടുത്ത് പ്രവർത്തനം ആരംഭിച്ച കാലത്ത് റോയിച്ചാനെ കൊണ്ടൊന്നും അതിന് കൊള്ളത്തില്ല. 36 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്നൊരുത്തനിട്ട് പണി കൊടുക്കാൻ അച്ചായനെ കൊണ്ട് കൊള്ളില്ല. പിന്നെ അല്ലേ 36 കൊല്ലം മുമ്പ് മാധ്യമരംഗത്ത് പിച്ച വെച്ച് നടന്നു തുടങ്ങിയ കാലത്ത്, അതായത് വള്ളിനെക്കറി ഇട്ടുകൊണ്ട് നടന്ന കാലത്ത്, നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് ആരെയും തെറി പറയുകയും വിമർശിക്കുകയും കുറ്റം പറയുകയും വെറുപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് മാത്രം. അച്ചായനെ കൊണ്ട് അതേ പറ്റൂ. നമ്മളൊരു 2 പേര് ഒരുമിച്ച് നിന്ന് സംസാരിക്കുക, അച്ചായൻ അതുവഴി വരുന്നു. നമ്മളെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് വന്ന് വേറെ 3-4 പേരെ അങ്ങ് തെറി പറയും, അവൻ്റെ കുറ്റവും കുറവൊക്കെ അങ്ങ് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുനിന്ന് മാറി ആ തെറി പറഞ്ഞവരെ ആരെങ്കിലും കാണുവാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ 2 പേരെയും തെറി പറയും. അതാണ് അച്ചായൻ.
പക്ഷെ ആ കഴിവ് കൊണ്ട് ഒരാളെ സഹായിക്കുവാൻ സാധിക്കില്ല. അച്ചായൻ്റെ തനിക്കുണം നിങ്ങൾക്കറിയാം. വൈകുന്നേരം സൂര്യനൊന്ന് ഉദിക്കണം. ഒരുപാട് അനുഭവസ്ഥർ അനന്തപുരിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലുമുണ്ട്. പണ്ട് സൂര്യ ടി വിയിലുള്ളപ്പോൾ അച്ചായൻ ഒരു കത്തോലിക്ക വൈദികൻ്റെ അവിഹിതത്തിന് വില പറഞ്ഞത് നാട്ടിൽ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ പാട്ടാണ്. അങ്ങനെ ഒരുപാട് വില വാങ്ങിയിട്ടുണ്ട്, പലരും കൊടുത്തിട്ടുമുണ്ട്. അതാണ് അച്ചായൻ. അച്ചായനെ അങ്ങനെ അങ്ങ് കൂമ്പിനിട്ടിടിക്കണ്ട, അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്നത്തെ നിലയിൽ അച്ചായനെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വി ഡി സതീശൻ്റെ കാഞ്ഞ ബുദ്ധിയാണെന്ന് പലരും പറയും. നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ചാനലുകളിൽ കയറിയിരുന്ന് ഭരണത്തിനെതിരെ ഗീർവാണം അടിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് പതിവാക്കിയിരിക്കുന്ന അച്ചായനെ പോലെയുള്ള ഒരാളുടെ വായിൽ ഒരപ്പക്കഷ്ണം തിരികെ വെച്ച് കൊടുത്തുവെന്നാണ് സതീശൻ അങ്ങനെ കൊടുത്തുവെന്നാണ് പരദൂഷകർ പറയുന്നത്. ഇനി അടുത്ത 5 വർഷത്തേക്ക് ഒരു ചാനലിലും കയറിയിരുന്ന് വെടല വർത്താനം പറയാൻ അച്ചായന് പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് VDS ടീമിൻ്റെ കാഞ്ഞ ബുദ്ധിയെന്ന്. ഇവരെ പോലുള്ളവരുടെ ഭാഷയും ശരീരഭാഷയും കണ്ടാൽ ഇവരാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് തോന്നിയിരുന്നു. വി ഡി സതീശനെ മാത്രമാണോ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉമ്മൻചാണ്ടിയും ഒക്കെ സ്ഥാനത്തും അസ്ഥാനത്തും ഹൈക്കമാൻഡിനെയും ലോ കമാൻഡിനെയും APC പ്രസിഡന്റിനെയും ACC പ്രസിഡന്റിനെയും ഒക്കെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ് അച്ചായനെന്നാണ് ഈ പരദൂഷകർ പറഞ്ഞു നടക്കുന്നത്. ആ അച്ചായനെ സതീശൻ പിടിച്ച് ഇങ്ങനെ ഇരുത്തണമെങ്കിൽ അച്ചായൻ്റെ ശല്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ വകുപ്പുണ്ടാക്കി, അതായത് മീഡിയ സെക്രട്ടറി എന്നുള്ളൊരു വകുപ്പുണ്ടാക്കി ഈ ധീരപ്രവൃത്തി ചെയ്തതെന്നാണ് സതീശൻ്റെ കൂടെ ഉള്ളവർ തന്നെ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. പണ്ട് വി ഡി സതീശനെ പരസ്യമായി ചാനലുകളിൽ വിമർശിച്ചിട്ടുള്ളത് അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. സി സുരേഷ് എന്നൊരാൾ അച്ചായം പണ്ട് വി ഡി സതീശനെതിരെ പറഞ്ഞിട്ടുള്ള ചില ക്ലിപ്പുകൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പലരും അറിഞ്ഞം പുറഞ്ഞം അതൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അച്ചായൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ചില ജന്മങ്ങൾ അങ്ങനെയാണ്, എന്തിനേയും വിമർശിക്കാൻ മാത്രമേ അവർക്കറിയാവൂ. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു കത്തോലിക്ക മെത്രാനെ പറ്റി അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവായ ഒരു വിമർശകൻ പലയിടത്തും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് വിമർശിച്ചിരുന്നു. ഇത് കഥയല്ല, നടന്ന സംഭവം കേട്ടോ. വിമർശനത്തിനോടൊപ്പം പറയുന്ന ഒരു സ്ഥിരം വാചകം, അയാൾക്ക് അരമനയിൽ പണി വല്ലതുമുണ്ടോ? ഏതാ മെത്രാന്? ദിവസവും മട്ടനും കൂട്ടി മുട്ടൻ ഊണ് കഴിച്ച് ഉച്ചയുറക്കവും നടത്തി അരമനയിൽ അങ്ങ് കഴിഞ്ഞുകൂടിയതുപോലെ ഭയങ്കര സുഖമാണ് അയാൾക്ക്. ഇത് മെത്രാൻ്റെ ചെവിയിലെത്തി. ഒരു ദിവസം മെത്രാൻ ഇയാളെ വിളിച്ച്, ചേട്ടൻ അരമന വരെ ഒന്ന് വരണം, 4-5 ദിവസം ഇവിടെ നിൽക്കണം, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഒരാഴ്ചത്തെ ഉടുപ്പും മുണ്ടുമൊക്കെ തുണിയൊക്കെ എടുത്ത് അരമനയിലേക്ക് പറന്നു ചെന്നു. മെത്രാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ഒരു കിടപ്പുമുറി മെത്രാൻ്റെ മുറിയോടടുത്ത് തന്നെ ഒരുക്കി കൊടുത്തു. സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു കൊടുത്തു. ഒപ്പം പിതാവിൻ്റെ ദൈനംദിന കർമ്മങ്ങളിൽ ഒരു കാഴ്ചക്കാരനെ പോലെ കൂടെ നടക്കുവാനും അവസരം ഉണ്ടാക്കി കൊടുത്തു. 2-ാം ദിവസം ഇയാൾ ചോദിച്ചു, പിതാവിന് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ ചില തിരക്കിലായതുകൊണ്ട് സമയം കിട്ടിയില്ല, അടുത്ത ദിവസം പറയാം. 5-ാം ദിവസവും അയാൾക്ക് കാര്യം മനസ്സിലായി. പെട്ടിയെടുത്തുകൊണ്ട് അയാൾ സ്വയം അരമനയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ അവസ്ഥയാണ് വരാൻ പോകുന്നത്. ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എന്തെല്ലാം തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിച്ചുകൊണ്ടിരുന്നാൽ മതി. അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം അറിയാതെ ചുമ്മാ ഇരുന്നങ്ങ് വിമർശിച്ചാൽ മതി. അച്ചായനും അക്കൂട്ടത്തിലുണ്ടോ എന്ന് പ്രേക്ഷകർ പറഞ്ഞാൽ മതി, ഞാൻ പറയണ്ടല്ലോ. അച്ചായൻ്റെ വായടപ്പിക്കുവാൻ വേണ്ടി സതീശൻ ചെയ്ത പണിയാണ് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല പണിയെന്നൊക്കെ വേണേൽ പാണന്മാർ പാടി നടക്കും. അച്ചായൻ്റെ തൊലി കാണ്ടാമൃഗത്തിൻ്റെ ആയതുകൊണ്ട് ആവക വെട്ടും കുത്തുമൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഏൽക്കില്ല. അച്ചായൻ പുലിയാ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ, നമുക്ക് നേരിട്ട് കാണാം. വി ഡി സതീശൻ മുഖ്യമന്ത്രി വെള്ളം കുടിക്കില്ല ചിലപ്പോൾ, പകരം സോഡ കുടിച്ചേക്കും. അച്ചായൻ അത് വാങ്ങി കുടിക്കുകയും ചെയ്യും.